Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകളുടെ അകലം മാത്രം. അടിയൊഴുക്കുകൾ പ്രവചനാതീതമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശമാണ് അവസാന മണിക്കൂറിലെ രാഷ്ട്രീയ വാഗ്വാദത്തിന്റെ കേന്ദ്രബിന്ദു. അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ലെന്ന MV ഗോവിന്ദന്റെ പരാമർശമാണ് ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയത്. RSS വർഗീയവാദിയാണല്ലോ, ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? ഉള്ള സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. എന്നാൽ 1977, 57, 67 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാവിട്ട വാക്കുകൾ ഉടനടി UDF രാഷ്ട്രീയ ആയുധമാക്കി. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണെന്നും നിലമ്പൂരിലും RSS സഹായിക്കണമെന്ന പരസ്യമായ അഭ്യർത്ഥനയാണ് പാർട്ടി സെക്രട്ടറി നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തറപ്പിച്ചു പറഞ്ഞു. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. RSS ബന്ധത്തിന്റെ രാഷ്ട്രീയ ആഘാതം തിരിച്ചറിഞ്ഞ LDF സ്ഥാനാർത്ഥി M സ്വരാജ് തന്നെ പാർട്ടി സെക്രട്ടറിക്ക് തിരുത്തു പറഞ്ഞു. 1977 ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായാണെന്നാണ് സ്വരാജിന്റെ വിശദീകരണം. ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകൾ ഉള്ളവരെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. 50 വർഷം മുമ്പുള്ള കാര്യമല്ല, വർത്തമാനകാല രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞ CPIയും വിവാദ പരാമർശത്തിലുള്ള അതൃപ്തി തുറന്നഴിച്ചു. ജീവിക്കുന്നത് 25-ലാണ്, വർത്തമാനത്തിലാണ്. വർത്തമാനത്തിൻ്റെ രാഷ്ട്രീയം, വർത്തമാനത്തിൻ്റെ ജീവിതം, വർത്തമാനത്തിൻ്റെ പ്രശ്നങ്ങളും സാധ്യതകളും അതെല്ലാം പറഞ്ഞുകൊണ്ട് വർത്തമാന ഇന്ത്യക്കും വർത്തമാന കേരളത്തിനും വേണ്ട രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. പരാമർശം പാളിയെന്ന് തിരിച്ചറിഞ്ഞ MV ഗോവിന്ദനും പിന്നാലെ മലക്കം മറിഞ്ഞു. അടിയന്തരാവസ്ഥക്കെതിരെ ജനസംഘവുമായി ചേർന്ന് പ്രവർത്തിച്ചതിനെ വളച്ചൊടിച്ചുവെന്നാണ് പുതിയ വിശദീകരണം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMS ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. RSSനെതിരെ ആഞ്ഞടിച്ചും കോലീബി സഖ്യത്തിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അവസാന മണിക്കൂറിൽ LDFനായി രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇന്നുവരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. MV ഗോവിന്ദന്റെ RSS പരാമർശം LDFനെ വെട്ടിലാക്കിയോ? അടവ് നയമാണോ MV ഗോവിന്ദൻ പറഞ്ഞതിലുള്ളത് എന്നാണ് ചോദ്യം. ഒരു അടവ് നയമാണോ ഇത്? ഞാൻ ഈ ബിനോയ് വിശ്വം പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. എന്ത്, എപ്പോൾ, എങ്ങനെ പറയണം? ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഓർമ്മിപ്പിക്കേണ്ട സാങ്കത്യം എന്ത്? ഈ 50 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സഹകരണം, അത് സഹകരണം എന്ന വാക്കാണ് MV ഗോവിന്ദൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സഹകരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യമില്ലാതെ തന്നെ അങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യം, അത് അതിലെ വാചകങ്ങൾ ഞാൻ വായിക്കാം. അതിനു മുമ്പ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്തിരിക്കുന്ന CPMന്റെ സമീപനവുമായി ചേർത്ത് വെക്കാനാണ് എനിക്ക് തോന്നുന്നത്. ആ രൂപത്തിലേ അതിൽ വായിക്കാൻ പറ്റുകയുമുള്ളൂ. കാരണം അതല്ലാതെ തുലോം തുച്ഛമായ ജമാഅത്തെ ഇസ്ലാമിയെയും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയെയും കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനുശേഷം ചോദിക്കാതെ തന്നെ RSSുമായി സഹകരിച്ച അന്നത്തെ ഒരു കാലത്തെക്കുറിച്ച് 50 വർഷം പിന്നോട്ടുള്ള കാര്യം പറയുക. RSS 1925-ലാണല്ലോ. എല്ലാ ഘട്ടത്തിലും RSSനെ ഇവിടെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. പിന്നീട് 70-കൾ കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ പലരും ചേർന്നില്ലേ, അത്ര കണ്ടാൽ മതി, RSS വർഗീയവാദി പാർട്ടിയാണെന്ന് സംഘടനയാണെന്ന് പറയുന്നു, ഇപ്പോൾ ചേർന്നില്ലേ എന്ന് അപ്പുറത്ത് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് പറഞ്ഞാൽ വിവാദമാകില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ ഒന്നുകൂടി ക്ലിയർ ആവുകയാണ്. എന്ത് വിവാദം വരാൻ? സത്യസന്ധമായി പറഞ്ഞാൽ വിവാദമാകുമോ? ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല. അടിയന്തരാവസ്ഥക്കാലം, അർദ്ധ ഫാസിസ്റ്റ് രീതി വന്നാൽ മറ്റു വഴിയുണ്ടോ?
ഫാസിസത്തിന് അവസാനം വരുത്തുക എന്നതാണ് മുദ്രാവാക്യം. അന്ന് യോജിക്കുന്നവരെല്ലാവരുമായി യോജിച്ചില്ലേ? നെസസിറ്റിയാണ് പ്രശ്നമെന്ന് പറയുന്നു. അന്നത്തെ നെസസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചു എന്നുള്ളത് അറിയാം. അതോടൊപ്പം അതൊരു സഖ്യമായിട്ടാണോ CPM നിന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അടിയന്തരാവസ്ഥക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. പക്ഷേ അതുപോലും പാർട്ടിക്കകത്ത് പോലും അത് പൂർണ്ണമായും അത് വിശദീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി, ഈ സർക്കാർ വരുന്നതിന് മുമ്പാണ് ഈ RSSുമായ സഹകരണവുമായി ബന്ധപ്പെട്ട അന്നത്തെ ജനറൽ സെക്രട്ടറി സുന്ദരയ്യ രാജിവെക്കുന്ന ആ കത്ത്, രാജിക്കത്ത്, അത് കുറച്ചു കാലമെങ്കിലും പാർട്ടി പുറത്തേക്ക് വിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഗൂഗിളിൽ ലഭ്യമാണ്. ആ കത്തിൻ്റെ ആദ്യ വാചകങ്ങൾ വലിയ നീണ്ട ഒരു കത്താണ്. ആ രാജിക്കത്ത് ഒരു അട്ടിയോളം വരുന്ന രാജിക്കത്താണ്. ഒരുപാട് കാരണങ്ങൾ അത് വിശദമായി തന്നെ പറയുന്നു. അതിൽ ആദ്യത്തെ കാരണമായി തന്നെ പറയുന്നത് മൈ റെസിഗ്നേഷൻ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ CC majority has decided for joint actions with pro-imperialistic Janasangh with paramilitary fascist bracketless stormtrooper like RSS as its core in the name of fighting emergency, which I consider very harmful for our party both among democratic masses in our country and abroad എന്ന് പറഞ്ഞാണ് അത് വിശദീകരിക്കുന്നത്. കത്തിൻ്റെ തുടക്ക ഭാഗത്താണ് ഇത് പറയുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ സഹകരണത്തെക്കുറിച്ച് അത് പറയുമ്പോൾ അതിൽ താല്പര്യമില്ലാതിരുന്ന, അത് പാർട്ടിയിൽ എല്ലാവർക്കും താല്പര്യമില്ലായിരുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നു. സാമ്രാജ്യത്വ അനുകൂല ജനസംഘവുമായി പ്രവർത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും തീരുമാനിച്ചിരിക്കുന്നു. വോട്ടിനിട്ടാണ് സുന്ദരയുടെ ആവശ്യം തള്ളിയത്. അങ്ങനെ അദ്ദേഹം പാർട്ടിക്ക് അപകടകരമായ ഒരു സാഹചര്യമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. പല കാരണങ്ങളുണ്ട്. സായുധ വിപ്ലവം പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ആദ്യം പറഞ്ഞിരുന്ന കാരണം ഇതാണ്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു. പാർട്ടിയിലൊരു അഭിപ്രായ വ്യത്യാസമായ സഹകരണത്തെ എതിർക്കുന്ന ഒരു സത്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനിപ്പോൾ പറയുന്നു? ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യം എന്ത്? അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ, മാധ്യമപ്രവർത്തനം അത് ചോദിക്കാതിരിക്കുമ്പോഴാണ് ആ നെസസിറ്റിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യമായി വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി 96-ൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ CPMനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വന്നത് നമ്മൾ പലതവണ പറഞ്ഞാണല്ലോ, ദേശാഭിമാനിലെ മുഖപ്രസംഗം അടക്കം. അപ്പോൾ അതൊരു നെസസിറ്റിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഇന്നിപ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാന ഒരു ഭാഗം വരുമ്പോഴേക്കും മുഴുവൻ RSSനെതിരെ എങ്ങനെയൊക്കെയാണ് CPM നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നു. എത്ര സഖാക്കൾ നഷ്ടമായി എന്നതിൻ്റെ കണക്ക് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഹകരണമില്ല എന്ന് പറയുന്നു. അപ്പുറത്ത് കോൺഗ്രസും RSSും തമ്മിൽ സഹകരിച്ച കാരണങ്ങൾ പറയുന്നു. പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള വിമർശനം ആവർത്തിക്കുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്, പല സഹകരണവും ഉണ്ടായിട്ടുള്ളതാണ്, പല തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളതാണ്. കോലിബി സഖ്യം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കോലിബി സഖ്യം, ആ അടവ് സഖ്യം പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് 2 ദിവസം മുന്നേ ഇത് പറയുന്നത്? ഇന്ന് എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തി MV ഗോവിന്ദന് അത് മാറ്റിപ്പറയേണ്ടി വരുന്നത്? മാറ്റിപ്പറയേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയുന്നത് വളച്ചൊടിക്കുകയാണെന്ന്. ആരും വളച്ചൊടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അത് തിരുത്താനുള്ള അവസരം അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തനം കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം തിരുത്തുന്നില്ല. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം ആ സഹകരണം എന്നുള്ള വാക്ക് മാറ്റുകയാണ്. അത് RSS അല്ല എന്ന് പറയുന്നത്. RSS അതിൻ്റെ ഒരു ധാരയായി എവിടേക്കൂടെ അങ്ങ് ഒഴുകി പോകുന്ന എന്തോ ആണ് എന്ന രൂപത്തിലാണെന്ന് പറയുന്നത്. ഇന്ന് അത് വിശദീകരിക്കുന്നു. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇന്ന് ചെയ്തിരിക്കുന്നത് MV ഗോവിന്ദനെ തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അത് MV ഗോവിന്ദനോട് ചോദിക്കണമെന്ന് കൂടി പറഞ്ഞ ശേഷം അത് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം പറഞ്ഞത് തിരുത്തുകയാണല്ലോ ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വായിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ RSSുമായി ഒരു സഹകരണമില്ല എന്ന് പറയുന്നു. അതേസമയം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് എന്തിനാണ് PV അൻവർ രാജിവെച്ചത്? PV അൻവർ ഇവിടെ പറഞ്ഞു വെച്ചത് RSSും CPM തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ചാണ്. വളരെ ഗുരുതരമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനത്തെക്കുറിച്ചാണ്. ഇന്ന് പോലും ഇപ്പോൾ ഈ ഭാരതാംബ വിഷയത്തിൽ എത്ര വൈകിയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്? അദ്ദേഹത്തിന് സമയമാകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ബുധനാഴ്ച വരുമ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ ഒരു സമയം കാണുമ്പോൾ അദ്ദേഹം പറയും അത്രയേ തിടുക്കമുള്ളൂ. എനിക്ക് പറയാനുള്ള സമയമുണ്ട്, ആ സമയത്ത് പറയും, അപ്പോൾ കേട്ടാൽ മതി. അത് വേണമെങ്കിൽ നന്നായി വിശദീകരിക്കും. വേണമെങ്കിൽ പറയാനുള്ള എല്ലാ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പറഞ്ഞ് അവസാനത്തെ 5 മിനിറ്റിലേ നിർത്തും. മാധ്യമപ്രവർത്തകർ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറയും. ചിരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കും. അതാണല്ലോ ഒരു 6 മണി വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ചിരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. അതങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കുറയുന്നു. ഈ കാര്യത്തിൽ, ഭാരതാംബ കാര്യത്തിലടക്കം വളരെ വൈകി പ്രതികരിച്ചു. CPI ഇന്ന് നെറ്റിച്ചൊളിച്ചുകൊണ്ട് ബിനോയ് വിശ്വം അത്രയും പറഞ്ഞു വെച്ചത് എന്തിനിപ്പോൾ ഇത് പറയുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ചോദ്യം. എന്തിനിപ്പോൾ പറയുന്നു എന്നുള്ളത് സംശയകരമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമാണ് EP ജയരാജൻ ആ ഒരു സത്യം വെളിപ്പെടുത്തി. ഒരു ആവശ്യമില്ല ഒരു സത്യം വെളിപ്പെടുത്തി അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ സംശയം, അതിൽ ഒന്നും പറയാൻ പറ്റില്ല. അതിൽ EP ജയരാജനെ ശാസിക്കുക എന്നതിലപ്പുറം ഒന്നും പിണറായി വിജയന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിശക്തമായ പ്രതികരണം അന്നുണ്ടായി. അപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ടാതെ ഇതൊന്ന് മയപ്പെടുത്തിക്കൊണ്ട്, കാരണം ഇന്ന് സ്വരാജ് ബുദ്ധിമുട്ടിയെന്നേ. സ്വരാജ് ഈ ചോദ്യം വരുമ്പോൾ സ്വരാജിനത് മറുപടി ബുദ്ധിമുട്ടാണ്. MV ഗോവിന്ദൻ പറഞ്ഞ എന്താണെന്ന് അറിയില്ല, ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഒരു വിടുവായനായിട്ടാണോ MV ഗോവിന്ദനെ കാണേണ്ടത്? അങ്ങനെയാണോ കാണേണ്ടത്? അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു
ബുദ്ധിമോശം കാണിച്ചായി ഞാൻ കാണുന്നില്ല. അദ്ദേഹം തുടക്കം മുതലേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും ഇപ്പോൾ ഈ RSS പറയുന്നതും ഒരു ബുദ്ധി പ്രയോഗിച്ചതാണ്. വരുമ്പോൾ ഭൂരിപക്ഷം വോട്ട് അങ്ങനെ അങ്ങ് വന്നോട്ടെ എന്ന ഉദ്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിമ്മി, ഈ കാര്യത്തിൽ വി ഗോവിന്ദൻ ഒരു വലിയ സ്ട്രാറ്റജി ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഉടൻ തന്നെ സ്വരാജ് തിരുത്തി പറഞ്ഞു, മുഖ്യമന്ത്രി ഇറങ്ങി അത് തിരുത്തി പറഞ്ഞു, RSSനെ ഇനി വിളിക്കാനും ഇനി ഒന്നും ബാക്കിയില്ല. അപ്പോൾ സ്ട്രാറ്റജി ആണെങ്കിൽ അത് വി ഗോവിന്ദൻ്റെ മാത്രം സ്ട്രാറ്റജി ആയിരിക്കണം, ഇടതുമുന്നണിയുടെ സ്ട്രാറ്റജി അല്ല, CPMൻ്റെ സ്ട്രാറ്റജി അല്ല. അത് സ്ട്രാറ്റജി അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എന്തിനെന്ത് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു, അതിന് മറുപടി എന്തായിരുന്നു? ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ഒരു കാലത്തും RSSുമായി നമ്മൾ സഹകരിച്ചിട്ടില്ല, ഇപ്പോഴില്ല, ഇനി സഹകരിക്കുകയുമില്ല. ഈ പറഞ്ഞത് CPMൻ്റെ രേഖകൾ അനുസരിച്ച് തന്നെ തെറ്റാണ്. ഇപ്പോൾ സുന്ദരയുടെ രാജിക്കത്ത് ആണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയുള്ള പാർട്ടിയുടെ കമ്മ്യൂണിക്കേകളുണ്ട്, CCയുടെ രേഖകളുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, അത് 1975 9 മാസം 2-ാം തീയതി, ഹിയർ ഈസ് ദ biggest chance to develop the unified front from below in the united front of masses following all opposition parties. ഇതിൽ നിന്നാണ് സുന്ദരയുടെ പ്രശ്നം തുടങ്ങുന്നത്. സുന്ദരയെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഈ ജനസംഘം വരില്ലേ, ജനസംഘത്തെ പിന്തുണയ്ക്കുന്ന RSS വരില്ലേ? ആദ്യം താഴെ ഘടകങ്ങളിലേക്ക് അയച്ച കത്തിൽ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാകുമ്പോൾ അതൊരു ചെറിയ കാലത്തേക്കായിരിക്കണം, ദീർഘകാലത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവസാനം ഈ കത്തിൻ്റെ ഫൈനൽ രൂപം വരുമ്പോൾ, പ്രമേയം വരുമ്പോൾ അതില്ല. അപ്പോൾ നിങ്ങൾ ഇവരെ കൂടെ കൂട്ടി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു? ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. RSSുമായി സഹകരിക്കുക അല്ലെങ്കിൽ ജനസംഘവുമായി സഹകരിക്കുക, തൽക്കാലം സഹകരിക്കുക എന്നുള്ളത് ആ കാലത്തെ CPM എടുത്ത നിലപാടാണ്. എൻ്റെ പ്രശ്നം അതല്ല. അതിലിപ്പോൾ നാണിക്കുന്നത് എന്തിനാണ്? 1975 വളരെ സീരിയസ് ആയിട്ടുള്ള രാജ്യം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരികയാണ്. ഈ അടിയന്തരാവസ്ഥ വരുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സകല ശക്തികളെയും ഒരുമിപ്പിക്കാൻ ഒരു തീരുമാനം സുന്ദരയെ എതിർത്തതാണ്. ആയിക്കോട്ടെ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ എതിർത്ത് CPM തീരുമാനമെടുക്കുന്നു. CPM മുന്നോട്ട് ആ കാര്യങ്ങളുമായി ചേർത്ത് മുന്നോട്ട് പോകുന്നു. ഇതിൽ 2 കാര്യങ്ങളുണ്ടെന്നേ. 1975 മുതൽ 77 വരെയുള്ള രാഷ്ട്രീയ പോരാട്ടം ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ, 77-ലെ തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ 2 വർഷം ഇവിടെ കേരളത്തിൽ തന്നെ നോക്കൂ, BJPക്ക് അന്നത്തെ ജനസംഘത്തിന് ഒരു പത്രം ഉണ്ടായിരുന്നു, കുരുക്ഷേത്ര. ഈ ഇലക്ഷൻ്റെ ഈ അടിയന്തരാവസ്ഥ കാലത്തിന് അവസാനം വരെ ആ പത്രം കണ്ടുകിട്ടാൻ പറ്റിയില്ല. എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരുമൊക്കെ ഒളിവിൽ നിന്ന് അച്ചടിച്ച പത്രമുണ്ട്. നക്സലൈറ്റുകളുടെ പത്രം ഉണ്ടായിരുന്നു, തീപ്പന്തമാണെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ വിചാരം. ദേശാഭിമാനി പത്രമുണ്ട്. ദേശാഭിമാനി പത്രം പക്ഷേ കണ്ടുകിട്ടുകയും ചെയ്താൽ അത്യാവശ്യം സെൻസർഷിപ്പിനൊക്കെ വഴങ്ങിയാണ് ദേശാഭിമാനി ആ കാലത്ത് പ്രവർത്തിച്ചത്, ആദ്യത്തെ 2 ദിവസം ഒഴികെ. ഇവരെല്ലാവരും പല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തന്നെ സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് CPMൻ്റെ രേഖയുമുണ്ട്. ഇതിൽ ഒരു തെറ്റും ഉണ്ടാകാൻ കാര്യമില്ല. ഈ ഒരു ചരിത്ര സംഭവത്തെ തലയുയർത്തി നിന്ന് സ്വീകരിക്കുകയാണല്ലാതെ മുമ്പ് നടന്ന ഒരു കാര്യത്തെ എന്തോ വലിയ തെറ്റാണെന്ന് പറഞ്ഞ് തല താഴ്ത്തി നിൽക്കുകയല്ല CPM ചെയ്യേണ്ടത്. 77-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായിരുന്ന അന്ന് CPMൻ്റെ സഖ്യകക്ഷിയായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെ ജനതാ പാർട്ടിയായി മാറുകയാണ്. ആ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ജനസംഘവും മറ്റും വന്നു ചേരുന്നത്. കേരളത്തിൽ CPM പുതുതായി ഒരു പാർട്ടിയും കൂടെ ചേർന്നിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അറിയാത്ത കാര്യമല്ല EMS നമ്പൂതിരിപ്പാടിനും അന്നത്തെ നേതാക്കൾക്കുമൊക്കെ ഇതിനകത്ത് ജനസംഘത്തിലെ നേതാക്കളുണ്ട്. ജനസംഘത്തിൻ്റെ ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. LK അദ്വാനി പാലക്കാട് വന്ന് CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെന്നേ, ഇത് നടന്ന ചരിത്രമാണ്. ആ കാര്യത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് അംഗീകരിക്കുക. അന്നത്തെ നേതാക്കൾ ആ സാഹചര്യത്തെ വളരെ നിർണായകമാണെന്ന് കരുതിയത് കൊണ്ടാണ് ഇത് അംഗീകരിച്ചത്. അത് സമ്മതിച്ചാൽ മതി. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചരിത്രത്തെ മുൻകാല പ്രാബല്യത്തോടെ തിരുത്താൻ ശ്രമിക്കും. അത് BJPക്കുള്ള അസുഖമാണ്, CPMനും അസുഖം വരികയാണ്. എന്തിൻ്റെ ആവശ്യം? വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ K കരുണാകരനെതിരെ കള്ളക്കരുണാകരൻ എന്നുള്ളതായിരുന്നു CPM. ആ സമയത്ത് RSSുമായിട്ട് ഇപ്പോൾ സഖ്യം ചേർത്തിട്ടുണ്ടായിരുന്നോ? RSS അല്ലല്ലോ, RSS അല്ലല്ലോ, അത് ജനതാ പാർട്ടിയിൽ അത് ശരി. ജനതാ പാർട്ടിയോടൊപ്പം CPM പറഞ്ഞ കാര്യത്തിനകത്ത് തന്നെ RSSുമായിട്ട് സംഘം ചേർന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാ ആളുകളുമായും സഖ്യം ചേരണമെന്ന് തീരുമാനിച്ചിരുന്നു CPM. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. ജനസംഘവുമായിട്ടും ചേരണം. ജനസംഘം എന്താണ്? RSSന്റെ പൊളിറ്റിക്കൽ ഫ്രണ്ടാണ്. എല്ലാവരുമായിട്ടും ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ മത്സരിച്ചവരിൽ RSS നേതാക്കളുമുണ്ട്. അങ്ങനെ വേണം പറയാം. കാരണം ബാക്കിയുള്ളവർ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചരിത്രത്തെ മുൻകാല പ്രാബല്യത്തിൽ തിരുത്താൻ ശ്രമിക്കരുത്. അതൊരു വലിയ മണ്ടത്തരത്തിലേക്ക്, കൂടുതൽ കുഴിയിലേക്ക് പോവുകയുള്ളൂ. പക്ഷെ തിരിച്ചു ചോദിക്കാമല്ലോ, 80-ൽ 82-ൽ
അതിനുശേഷം 90-ലൊക്കെ കോലീബി സഖ്യം ഉണ്ടായിരുന്നു. എന്ത് അമൂർത്തം എന്ത് അടിയന്തര സാഹചര്യത്തിലായിരുന്നു നിങ്ങൾ RSSനോട് കൂട്ടുകൂടിയത്? ഞങ്ങൾക്കൊരു അടിയന്തരാവസ്ഥ പറയാനുണ്ട്, നിങ്ങൾക്കൊരു അടിയന്തരാവസ്ഥ പറയാനുണ്ട്, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതല്ലേ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം? എന്തിന് കരുണാകരനെതിരെ ഏറ്റവും വലിയ വിമർശനം നടത്തി കള്ള കരുണാകരൻ എന്നായിരുന്നു ഒന്ന് രണ്ട് പതിറ്റാണ്ട് ഇവിടുത്തെ SFIയുടെയും DYFIയുടെയും CPMൻ്റെയും മുദ്രാവാക്യം. അതേ കരുണാകരനെ DAC ഉണ്ടാക്കി കൂടെ കൂട്ടാൻ ശ്രമിച്ചില്ലേ? കള്ളക്കരുണാകരനായിരുന്നു. അത് MV രാഘവൻ്റെ പ്രയോഗമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പിന്നെ വന്ന ഒരു രസകരമായ സാധനമാണ് കെ എം മാണി ഇരുട്ടി വെളുത്തപ്പോൾ കെ എം മാണി പാർട്ടിക്ക് ഇപ്പുറത്ത് വന്നു. ഇതൊക്കെ CPMന് വളരെ മെയ്വഴക്കത്തോടെ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. ഇതിലെന്താ പ്രശ്നം? നിങ്ങൾ ചെയ്ത കാര്യമാണ്. ആ ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ അത് ആ കാലത്ത് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അടിയന്തരാവസ്ഥ 75 മുതൽ 77 വരെ ഇന്ന് ഇന്ത്യയിൽ ഇതുപോലൊരു സാഹചര്യം വരികയാണ്. അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ അതിലും അതിശക്തമായ ഭരണകൂട നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിയന്തരാവസ്ഥയേക്കാൾ വലിയ ഒരു സാഹചര്യം എന്ന് ഞാൻ കരുതുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. ആരെയൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടും? ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിക്ക്, എന്ന സംഘടനയ്ക്ക്, അവരുടെ വെൽഫെയർ പാർട്ടിക്ക് പണ്ട് ഒരു മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ ഇല്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം പാർട്ടികളെ, മുസ്ലിം സംഘടനകളെ കൂടെ കൂട്ടി ഒരുമിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യുമോ? 75-ൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് ഓൾ ദ ഫോളോവേഴ്സ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടീസ്, ദ ബിഗസ്റ്റ് ചാൻസ് ടു ഡെവലപ്പ് എ യുണൈറ്റഡ് ഫ്രണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതേ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. CPM അത് കാണുന്നില്ലേ? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ്, എന്ത് നിലപാടാണ് എടുത്തത്? അതൊരു സാഹചര്യമായിരുന്നു, അതിനാണ് നിന്നത്. അതിന്റെ കുഴപ്പം അല്ല, ആ സാഹചര്യത്തിലല്ലേ സീറ്റുകൾ എവിടെ? ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയോ BJPക്ക്? ഇന്ത്യ BJP ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷത്തിലേക്കല്ല, കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താതിരുന്നത് ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ പെർഫോമൻസ് ആണ്. അടവ് നയമല്ല എന്നാണ് എൻ്റെ ടേക്ക്. ഒരു കടുത്ത മത്സരം നിൽക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ നിമിഷം സംഭവിക്കാവുന്ന ഒരു ഫൗളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഫുട്ബോൾ മത്സരത്തിൻ്റെയൊക്കെ എക്സ്ട്രാ ടൈം കിട്ടുന്ന സമയത്ത് ഒരു ഫൗൾ എന്നുള്ളത് വലിയ ആഘാതമുണ്ടാക്കുന്ന ഫൗളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കടുത്ത മത്സരം നിൽക്കുകയാണ്. ആര് വിജയിക്കുമെന്നുള്ളത് PV അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രവചനാതീതമായ ഒരു മത്സരത്തിൽ നിൽക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഈ പിഴവിന് വലിയ ഒരു വിലയാണ് ഇന്നിപ്പോൾ ഇടതുപക്ഷം നൽകേണ്ടി വരുന്നത്. അതൊരു UDFൻ്റെ കയ്യിലെ ആയുധമായി മാറിയിട്ടുണ്ട്. എന്നാൽ അതെന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അത് MV ഗോവിന്ദൻ മാഷിൻ്റേത് ഒരു വ്യാഖ്യാന പിശകാണ് എന്നാണ്. അത് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു വ്യാഖ്യാന പിശകായിട്ടാണ്, പിഴവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനസംഘവുമായും RSSുമായും പ്രവർത്തിച്ചിരുന്നവർ ജനതാ പാർട്ടിയിൽ ലയിക്കുകയും ആ ജനതാ പാർട്ടിക്ക് CPM പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് പറയുന്നതിന് പകരം RSS എന്നത് മാത്രമായി എടുത്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ മനസ്സിൽ ജനതാ പാർട്ടി എന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാണ് വാസ്തവവും. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ തെളിവായി നമ്മുടെ മുന്നിലുള്ളത് എന്താ? നമ്മുടെ മുന്നിലുള്ളത് P. സുന്ദരയ്യയുടെ കത്താണ്. P. സുന്ദരയ്യയുടെ കത്ത് എഴുതുന്നപ്പോഴാണ് 1975-ലാണ്. അത് ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് രാജിക്കത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിലോ മറ്റോ ആണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥ വന്ന് 2 മാസത്തിനുള്ളിലാണ് P. സുന്ദരയ്യ ഈ കത്ത് കൊടുക്കുന്നത്. അത് ജനതാ പാർട്ടിയുമായി ലയിക്കുന്ന ഘട്ടത്തിലല്ല. പകരം ഈ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ നേരിടേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം എടുത്ത തീരുമാനത്തിനോടാണ് ജനറൽ സെക്രട്ടറിയായ P. സുന്ദരയ്യ വിയോജിക്കുന്നത്. അതിന് അന്ന് വളരെ മനോഹരമായ മറുപടി M. ബസവപുന്നയ്യ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം P. സുന്ദരയ്യയുടെ കത്ത് ഏറെക്കാലം കണ്ടില്ല. സ്മൃതി പറഞ്ഞതുപോലെ 10 വർഷത്തിനു ശേഷം മറ്റുമാണ് ഇത് പിന്നീട് പുറം ലോകം കാണുന്നത്. ഇത് ഇന്ത്യ നമ്മുടെ ആർക്കൈവ്സിൽ ലഭ്യമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെ ഒരു ഘടകം മാത്രമാണ്. സ്റ്റോം ട്രൂപ്പർ എന്നാണ് വിളിക്കുന്നത്. അർത്ഥ ഫാസിസ്റ്റ് സംഘടനയാണ് RSS എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അത് ഈ ഘട്ടത്തിലല്ല. 1977 എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. 75 മുതൽ 77 വരെ കോൺഗ്രസ് ഇതര എല്ലാ സംഘടനകളെയും നിരോധിക്കുകയും ഒരുപക്ഷെ ജനാധിപത്യം ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യപ്പെടുകയും ഒടുവിൽ കോൺഗ്രസ് പാർട്ടി തന്നെ മാപ്പ് പറയുന്ന സാഹചര്യം എത്തുകയും ചെയ്ത ഒന്നാണ് അടിയന്തരാവസ്ഥ. ഇന്നും അതൊരു കറുത്ത ഒരു അടയാളമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ. അതിൽ നമുക്ക് ആരെയും ആ അർത്ഥത്തിൽ കോൺഗ്രസിനോട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യവുമായിരുന്നു. ഇനി യഥാർത്ഥത്തിലുള്ള ചോദ്യം ഇതാണ്, ആ കോണ്ടെക്സ്റ്റിൽ ഇതല്ലാതെ മറ്റെന്താണ് സാധ്യമായിരുന്നത്? P. സുന്ദരയ്യയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു? ആ ചർച്ചകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ P. സുന്ദരയ്യയുടെ രാജിക്കത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെയും പുറത്തെയും ജനാധിപത്യ സമൂഹങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ സോഷ്യലിസ്റ്റ് ശക്തികൾക്കിടയിൽ നമ്മൾ ഒറ്റപ്പെടും.
അത് കോൺഗ്രസ് ഓയെ കൂടെ കൂട്ടുപിടിക്കുന്ന RSS മാത്രമല്ല, സംഘടനാ കോൺഗ്രസിനെയും RSSനെയും കൂടെ ചേർക്കുന്നത് നമ്മളുടെ സാമ്രാജ്യത്വ നിലപാടുകൾ. നോക്കൂ, അത് വർഗീയ ലൈനായിരുന്നില്ല, ഇംപീരിയലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഒരു ഇംപീരിയലിസ്റ്റ് ശക്തിയായ RSSുമായി കോൺഗ്രസുമായി നമ്മൾ കൂട്ടുകൂടുന്നത് നമ്മുടെ സാമ്രാജ്യത്വ ലൈനെതിരായിരിക്കും എന്നുള്ളൊരു താത്വികമായിട്ടുള്ള വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ 75-ൽ രാജി വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടതെന്താ? രൂക്ഷമായ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിൻ്റെ കിരാതമായ ഭരണമല്ലേ കണ്ടത്? അതിനു മുമ്പ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടിട്ടുണ്ട് സിദ്ധാർത്ഥ റേയുടെ കാര്യത്തിൽ. എന്താണ് പശ്ചിമ ബംഗാളിൽ ഏകാധിപത്യം എങ്ങനെയാണ് നമ്മുടെ തെരുവുകളിൽ നടമാടിയതെന്ന് കണ്ടതല്ലേ പശ്ചിമ ബംഗാളിൽ? അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൽ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ CPM എടുത്ത നിലപാടിനൊരു തെറ്റുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിന്ന് ഗോവിന്ദ മാഷ് വിശദീകരിച്ച് കുഴപ്പത്തിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനതാ പാർട്ടി എന്നതിന് പകരം RSS എന്ന വാക്ക് അവിടെ കടന്നു വരികയും അതിനെ കൂടുതൽ ശക്തിയോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി അത് ഗോവിന്ദ മാഷ് ഉന്നയിക്കുകയും ചെയ്തു. അതാണിപ്പോൾ അബദ്ധത്തിലായിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ EP ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രഭാരി ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്ന് സമ്മതിക്കുന്ന സമയം, അതേപോലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തൻ്റെ ആത്മകഥയിലെ പരിപ്പോടെയും കട്ടൻ ചായയും എന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം. ഈ സാഹചര്യങ്ങളിലെല്ലാം EP ജയരാജൻ പ്രതിരോധത്തിലാക്കിയതിന് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് MV ഗോവിന്ദ മാഷിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്ന് പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിലും RSS അനുകൂല പ്രസ്താവന എന്ന മട്ടിലാണ്, RSSുമായി CPM സഹകരിച്ചു എന്ന മട്ടിലുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം? അതാണ് ഇന്ന് മുഖ്യമന്ത്രി ഏകദേശം 45 മിനിറ്റ് എടുത്ത് ഇക്കാര്യം വിശദീകരിച്ചത്. മുഖ്യമന്ത്രി 45 മിനിറ്റോളം എടുത്താണ് RSS ബാന്ധവത്തെക്കുറിച്ച്, എങ്ങനെയാണ് കേരളത്തിൽ UDF RSSുമായി ബന്ധപ്പെട്ടത്, കോൺഗ്രസ് എങ്ങനെയാണ് RSSുമായി ബന്ധപ്പെട്ടതെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്നു തന്നെ ഈ MV ഗോവിന്ദ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഡാമേജ്, അതിൻ്റെ ആഘാതം മനസ്സിലാക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഈ കടുത്ത മത്സരം നടക്കുന്ന അവസാന നിമിഷം സംഭവിച്ചു പോയ ഒരു വലിയ ഫൗളാണ്. ആ ഫൗളിന് ഇനി എന്ത് വില നൽകുമെന്നുള്ളത് 23-ാം തീയതി നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു അടവ് നയമേ ആയിരുന്നില്ല, തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാന പിശക് എന്നാണ് ഞാൻ ഇതിനെ വിശദീകരിക്കുന്നത്. അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോഴും വിമർശിക്കുകയാണല്ലോ. പക്ഷെ അന്ന് നിയമസഭയിൽ EMS പോലും മിണ്ടിയിട്ടില്ല. അന്ന് ആകെ ഒരു സ്ത്രീ ശബ്ദം മാത്രമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്നത്. ആ സ്ത്രീയുടെ പേരാണ് പെണ്ണമ്മ ജേക്കബ്, TM ജേക്കബിന്റെ ഭാര്യ മാതാവ്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ അടവ് നയം അതൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണല്ലോ ഈ പറയുന്ന ജനസംഘത്തിലെ ആളുകൾ ജനതാ പാർട്ടിയുമായി വരുന്ന ഘട്ടത്തിൽ. അന്ന് ജനതാ പാർട്ടിയിൽ 1977 ജനുവരി മാസം രൂപീകരിക്കുന്ന ജനതാ പാർട്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരാണത് രൂപീകരിക്കുന്നത്? ജയപ്രകാശ് നാരായണനാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിലാണ് ജയപ്രകാശ് നാരായൺ തൻ്റെ ജനതാ പാർട്ടിയുടെ ആശയത്തെ ഇന്ദിരാഗാന്ധിക്കെതിരെ സ്വരൂപിക്കുന്നത്. അന്നൊരു കണ്ടീഷൻ വെച്ചിരുന്നു. എന്തായിരുന്നു? ജനതാ പാർട്ടിയിൽ ലയിക്കുന്ന എല്ലാ പാർട്ടികളും ആ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മുതൽ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ട് മാത്രമേ ജനതാ പാർട്ടിയിൽ ലയിക്കാൻ പാടുള്ളൂ. ജനസംഘം 1951 തുടങ്ങി 1977 അവസാനിച്ചാണ് ജനതാ പാർട്ടിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജനതാ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജനസംഖ്യ ഇല്ല. അവർ ജനതാ പാർട്ടിയിലേക്ക് വരുന്ന ജനസംഖ്യയിലെ നേതാക്കളെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ആരാ ഉള്ളത്? ഭാരതീയ ക്രാന്തിദൾ, ചരൺ സിംഗിൻ്റെ പാർട്ടി. പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി, ആരുടെയാണ്? നമ്മുടെ ജോർജ് ഫെർണാണ്ടസിൻ്റെ പാർട്ടി. പിന്നീട് കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റ് സംഘടന. അതേപോലെ പിന്നീട് പുറത്തുനിന്ന് CPM ലയിക്കാതെ തന്നെ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കക്ഷികൾ. അങ്ങനെ സോഷ്യലിസ്റ്റുകളും ജനസംഘം, കോൺഗ്രസ് Oയും CPM-ഉം CPI-യും അടക്കമുള്ള ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന എല്ലാ ജനാധിപത്യ കക്ഷികളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയാണ് 1977 മുതൽ 79 വരെ. പക്ഷേ ഒരു പ്രശ്നം എന്താ? 79 ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. 79 ആകുമ്പോഴേക്കും ഈ ഇരട്ട അംഗത്വ പ്രശ്നം വരുന്നു. RSSൽ അംഗത്വമുള്ള ആളുകൾ ജനതാ പാർട്ടിയിലും അംഗമാകുന്ന സാഹചര്യം വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. ആ സ്പ്ലിറ്റൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നീരജ് ചൗധരിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ് നീരജ് ചൗധരിയുടേത്. അതിനകത്ത് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഒരു സെക്യുലർ രാജ്യത്തെ അൺസെക്യുലർ ആയിട്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായി തീർന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ. അതിലേക്ക് വരാം സമയം കിട്ടുകയാണെങ്കിൽ. എനിക്ക് പറയാനുള്ളത് 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സവിശേഷ സാഹചര്യമായിരുന്നോ കോൺഗ്രസ് BJP-യുമായി രാഷ്ട്രീയ സഖ്യം പുലർത്തിയ ഏകദേശം 7 or 8 സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം 1960 എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് 4 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് പട്ടാമ്പിയിൽ നടക്കുമ്പോൾ, അതായത് തൃശ്ശൂർ, അണ്ടത്തോട്, കോഴിക്കോട്, ഗുരുവായൂർ, പട്ടാമ്പി, ഈ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പട്ടാമ്പിയിൽ EMS നമ്പൂതിരിപ്പാടിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് കോൺഗ്രസ് അന്നത്തെ ജനസംഘ് നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായത്? P. മാധവമേനോനാണ് അന്ന് ജനസംഘിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. എ രാഘവൻ നായരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി
അവിടെ ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് മത്സരരംഗത്തേക്ക് വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ജനസംഘിൻ്റെ പി മാധവമേനോനെ വളരെ പെട്ടെന്ന് പിൻവലിക്കുക ചെയ്യുന്നത്. എന്നിട്ട് പി മാധവമേനോൻ തന്നെ പറയുന്നു, ഒരു ത്രികോണ മത്സരം ഒഴിവാക്കാൻ പട്ടാമ്പിയിലെ നിയമസഭാ മണ്ഡലത്തിൽ EMS നമ്പൂതിരിപ്പാടിനെതിരെ ഒരു ത്രികോണ മത്സരം ഒഴിവാക്കാൻ രാഘവൻ നായർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക എന്ന് ഓർമ്മിക്കണം. 1960 എന്താ സാഹചര്യം? വിമോചന സമരം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിനെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ A. രാഘവൻ നായരെ കോൺഗ്രസ്, ലീഗ്, PSP പ്ലസ് ജനസംഘം എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ മത്സരിച്ചിട്ടും EMS നമ്പൂതിരിപ്പാട് 7322 വോട്ടുകൾക്ക് വിജയിച്ചു വരികയാണ് ചെയ്യുന്നത് പട്ടാമ്പി മണ്ഡലത്തിൽ. അപ്പോൾ 1960 തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ജനസംഘവും സംയുക്തമായിട്ടാണ് രാഘവൻ നായർ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും മാധവമേനോൻ എന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതും. അതേതു രാഷ്ട്രീയ സാഹചര്യമാണ്? അന്ന് എന്താ അടിയന്തരാവസ്ഥയാണ് ഉണ്ടായിരുന്നത്? ചോദ്യം നമ്പർ 1. പിന്നീട് 1971 പാലക്കാട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AKG മത്സരിക്കുന്നു. അന്ന് AKGക്കെതിരെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി M. രാജഗോപാലാണ്. ആ രാജഗോപാലിനെ പിൻവാങ്ങിപ്പിക്കുന്നു. എന്നിട്ട് പകരം TC ഗോവിന്ദനെ കൊണ്ടുവരുന്നു. ആരാ TC ഗോവിന്ദൻ? മാങ്കുറിശ്ശിയിലുള്ള ജനസംഘത്തിൻ്റെ നേതാവ്. ആരാ പിന്തുണ കൊടുക്കുന്നത്? കോൺഗ്രസ്. AKGക്കെതിരെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി TC ഗോവിന്ദൻ മത്സരിക്കുന്നു. അവിടെയും AKG വിജയിച്ചു കയറുന്നു പാലക്കാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഇത് കോൺടെക്സ്റ്റ് നമ്പർ 2. കോൺടെക്സ്റ്റ് നമ്പർ 3. 1979 4 ഉപതെരഞ്ഞെടുപ്പുകൾ. കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. അന്ന് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ജനതാ പാർട്ടി രണ്ടായിട്ട് പിളരുന്നു. RSS അനുഭാവമുള്ള ജനതാ പാർട്ടിയും ജനതാദളുമായിട്ട് പിളരുന്ന ഘട്ടത്തിൽ ജനതാ പാർട്ടിയിലെ RSS അനുഭാവമുള്ള ആളുകൾ കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ CPM അതിൽ നിന്ന് പിൻവാങ്ങുന്നു. എന്നിട്ട് അവിടെ EMS നമ്പൂതിരിപ്പാട് പറയുന്നുണ്ട്, ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും RSSൻ്റെ ഒരു വോട്ട് പോലും വേണ്ട എന്ന് കേരളത്തിൽ ആദ്യമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുന്നത് 1979 EMS നമ്പൂതിരിപ്പാടാണ്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോഴുമുണ്ട് രേഖകളിൽ ആ പ്രസംഗം. RSSൻ്റെ ഒരു വോട്ട് പോലും വേണ്ട എന്നൊരു പാർട്ടി പറയുന്നു. അപ്പോൾ നോക്കൂ, എന്താണ് 1960 സംഭവിച്ചത്? 1960 പട്ടാമ്പിയിൽ JS-ഉം കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 1971 പാലക്കാട് കോൺഗ്രസും ജനസംഘം സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 79 EMS RSSൻ്റെ വോട്ട് വേണ്ട എന്ന നിലപാടെടുക്കുന്നു. തീർന്നിട്ടില്ല. ഇനി 1980 ലോക്സഭ കാസർഗോഡ്, അവിടെയാണല്ലോ നമ്മൾ പറയുന്നത്, കാസർഗോഡ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാജഗോപാൽ മത്സരിക്കുന്ന സാഹചര്യം. അന്ന് രാജഗോപാലിനെതിരെ രാമൻ റോയെ മത്സരിപ്പിക്കുന്നത് CPM ആണ്. അന്ന് രാജഗോപാലിന് പിന്തുണ കൊടുത്തതാരാ? ഇതേ ജനതാ പാർട്ടിയുടെ RSS അനുഭാവമുള്ള ജനതാ പാർട്ടിക്കൊപ്പം കോൺഗ്രസ് കൂടി പിന്തുണച്ചുകൊണ്ടാണ് O. രാജഗോപാലിനെ കാസർഗോഡ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിർത്തുന്നത്. അന്ന് ആ ജനസംഘ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് രാമൻ റോയ് എന്നായിരുന്നു. അന്ന് രാമൻ റോയ് വിജയിക്കുന്നത് ഏകദേശം 73,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. മൂന്നാമത്തെ കോൺടെക്സ്റ്റ് 4 പെരിങ്ങളത്ത് KG മാരാര് തന്നെ മത്സരിക്കുന്നു. ആ KG മാരാരിനെ പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസ് ജനസംഘം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതാരാ? ഇപ്പോഴത്തെ നമ്മുടെ AK ശശീന്ദ്രനെ പരാജയപ്പെടുത്തുന്നത്. തെളിവല്ലേ? കോൺടെക്സ്റ്റ് നമ്പർ 4. കോൺടെക്സ്റ്റ് നമ്പർ 5 ഇടക്കാട് KPCCയുടെ അധ്യക്ഷൻ മത്സരിച്ചില്ലേ ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി? കോൺഗ്രസ് Oയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുന്ന സമയത്ത് ജനതാ പാർട്ടിയുടെ RSSൻ്റെ പിന്തുണയോടുകൂടി KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ മത്സരിച്ചിട്ടില്ലേ? കോൺടെക്സ്റ്റ് നമ്പർ 5. കോൺടെക്സ്റ്റ് നമ്പർ 6 ഒറ്റപ്പാലത്ത് PR നമ്പ്യാർക്ക് വേണ്ടിയിട്ട് അന്ന് കോൺഗ്രസ് ക്യാമ്പയിൻ ചെയ്തില്ലേ? അന്ന് മത്സരിച്ച് വിജയിക്കുന്നതാരാ? VC കബീർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയല്ലേ? കോൺടെക്സ്റ്റ് നമ്പർ 7 വടകര കോലിബി പരീക്ഷണം. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വണ്ണമാണ് ഈ കോൺഗ്രസും ജനസംഘവും തമ്മിലുള്ള കാര്യം. കോലിബി സഖ്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസും ലീഗും BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക ചെയ്യുന്നത്. എവിടെ? വടകരയിൽ രത്നസിംഗിൻ്റെ ആത്മകഥ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ? എങ്ങനെയാണ് K. കരുണാകരൻ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തത്? എങ്ങനെയാണ് പാണക്കാട് തങ്ങൾ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വന്നത്? 20 ഇടങ്ങളിലാണ് ക്യാമ്പയിൻ ചെയ്യാൻ വന്നത്. അതിനു മുമ്പ് ആരാ BJP നിശ്ചയിച്ച സ്ഥാനാർത്ഥി? അഹല്യ ശങ്കര മാറ്റി പകരം അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുവന്നു. ആരാ രത്നസിംഗ്? അഡ്വക്കേറ്റ് ജനറൽ. ആ രത്നസിംഗിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടില്ലേ എന്താണ് കോലിബി പരീക്ഷണമെന്ന്? ബേപ്പൂരിൽ മത്സരിച്ചതാരാ? മാധവൻകുട്ടിയല്ലേ? ആരാ മാധവൻകുട്ടി എന്ന് പറയുന്നത് വിചാരകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നില്ലേ? മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നില്ലേ? ആ മാധവൻകുട്ടിയെ പരാജയപ്പെടുത്തിയല്ലേ ബേപ്പൂരിൽ നിന്ന് വിജയിച്ചു വരുന്നത് ഇടത് സ്ഥാനാർത്ഥി? ഈ പറയുന്ന വടകരയിലുള്ള സ്ഥാനാർത്ഥി രത്നസിംഗിനെ പരാജയപ്പെടുത്തിയല്ലേ KP ഉണ്ണികൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമല്ലേ? അപ്പോൾ അതുകൊണ്ട് ജിമ്മി നേരത്തെ പറഞ്ഞതുപോലെ 1975-77 സാഹചര്യത്തിലെ അടിയന്തരാവസ്ഥയുടെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് CPM-നെ സംബന്ധിച്ച് അത്തരമൊരു കൂട്ടുകെട്ട് ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അനിവാര്യമായിരുന്നു. പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ച 7
17ഓളം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിന് ജനസംഘവുമായി ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി പിന്തുണയ്ക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? വാട്ട് വാസ് ദി പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്? ആ സഖ്യം അതിനകത്ത് പോലും പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുന്ദരയുടെ രാജി ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് സോവിയറ്റ് യൂണിയനുമായി ചേർന്നാണ് ഇന്ദിരാഗാന്ധി നിലപാടെടുത്തത്. സോവിയറ്റ് യൂണിയൻ അനുകൂലമായ നിലപാട് ഇന്ദിരാഗാന്ധി എടുക്കുന്നു. അതുകൊണ്ട് CPI ഇന്ദിരാഗാന്ധിക്കൊപ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്ദരയുടെ രാജി എന്നാ വരുന്നത് 1975 ഓഗസ്റ്റ് മാസം. അന്ന് മുതലേ തുടങ്ങുന്നുണ്ട്, സഹകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ജനതാ പാർട്ടി രൂപീകരിക്കുന്നതെന്ന 1977 ജനുവരി മാസം 11. അപ്പൊ ജനതാ പാർട്ടിയിലെ ജനസംഘനെ കുറിച്ചല്ല, പകരം എന്താ കോൺഗ്രസോയും RSSുമായി ചേർന്ന് ഇന്ദിരാഗാന്ധി എതിർക്കാനുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നതിനെതിരെയാണ്. ആ രാഷ്ട്രീയ സഖ്യം 1975 ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ബസവണ്ണയുടെ മറുപടി. സുന്ദരയുടെ വാദം എന്താ? ഒരു പൗരാവകാശ സംഘമായി മാറണം, സഖ്യമായി മാറണം, അതൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് മാറരുത്. അതായിരുന്നു സുന്ദരയെ ആവശ്യപ്പെട്ടത്. അതെ, അത് കേന്ദ്ര കമ്മിറ്റിയുടെ ഭൂരിപക്ഷത്തിനെതിരെ രാജിവെച്ച് പോകും. എന്തിനാണ് രാജിവെച്ച് പോകുന്നത്? അതാണ് ആ തീരുമാനം പിന്നീട് രാഷ്ട്രീയമായി ശരിയായിരുന്നു. കാര്യം അന്ന് കോൺഗ്രസോയും ഈ പറയുന്ന ജനസംഘവുമായി സഹകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി ലൈനാണ്. ആ പാർട്ടി ലൈൻ RSSുമായിട്ടുള്ള കോംപ്രമൈസ് അല്ല. അതാണ് പാർട്ടി ലൈൻ ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല. ആ പാർട്ടി ലൈൻ എതിരായിട്ടാണ് വി ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി ലൈനെ ഗോവിന്ദ മാഷ് ഇന്ന് അറിയാതെ ആ പിശക് വന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. ഇപ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് എന്താണ് വിധത്തിൽ പിന്നീട് നടന്ന RSSുമായുള്ള കോൺഗ്രസിന്റെ സഹകരണത്തെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഏറ്റവും ഭീകരമായ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് പഴയകാലം ഓർമ്മിപ്പിക്കുകയും ഇപ്പോൾ ഇല്ലാത്ത ഒരു ഭയപ്പെടുത്തൽ ഉണ്ടാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും വലിയ ഭീകരാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആരെയെ സഹായിക്കുന്നത്? RSSനെ ഗോവിന്ദ മാഷ് വിശേഷിപ്പിക്കുന്നത് എന്താ? വർഗീയവാദികളെന്നല്ലേ? അനുകൂലമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പം പോലും സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യം. സമയം എക്സീഡ് ചെയ്തു. ഞാൻ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ആന്റോ ക്വസ്റ്റ്യൻ അടവ് നയമായിരുന്നു? അടവ് നയം അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഗാന്ധി വധത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ അസ്തിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ജനസംഘത്തിനും RSSനും അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു പരിപാടിൻ്റെ ഭാഗമാണിത് മുഴുവൻ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗാന്ധി വധത്തോടു കൂടി RSS ഇല്ലാതായിരുന്നു ഇവിടെ ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഈ ജനസംഘവും ഇല്ലാതായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ പറയുന്ന രണ്ടു പാർട്ടിയും തിരിച്ചു വന്നതെന്നുള്ളതാണ്. ഈ പിന്നെ പാലക്കാട് 1966 4 മണ്ഡലങ്ങളാണല്ലോ കേരളത്തിൽ മത്സരം നടക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിൽ ആരാണ് ഈ പറഞ്ഞ ജനസംഘത്തെ സപ്പോർട്ട് ചെയ്തത്? ജനസംഘത്തെ സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ്സാണ്. ഈ ജനസംഘത്തെ സപ്പോർട്ട് ചെയ്തത് ലീഗാണ്. ഈ പറഞ്ഞ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെയല്ലേ. ആ സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സിനും ഈ പറയുന്ന CPMനും CPIക്കും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് RSSുമായിട്ടോ അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ജനസംഘവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? 1960 കാര്യം പറയുന്നത്. അതിന് ശേഷമാണല്ലോ 77 വരുന്നത്. 77 എന്താണ്? 77 വരുന്ന അടിയന്തരാവസ്ഥയാണ്. അത് സ്വേച്ഛാധിപത്യത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരികയാണ് ഇന്ത്യയിൽ. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി എല്ലാ പാർട്ടികളും പിരിച്ചുവിട്ടു. അതിലത് പിരിച്ചുവിടാത്ത ഒരേ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതേതാണ്? അത് CPM ആണ്. ആ എല്ലാ പാർട്ടികളും പിരിച്ചുവിട്ടിട്ട് സ്വന്തമായിട്ട് എന്ത് ജനതാ പാർട്ടി ഉണ്ടാക്കി. കലപ്പേന്ത്യ കർഷകനായിരുന്നല്ലോ അതിൻ്റെ ചിഹ്നം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ പറയുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗത്ത് ജനസംഘം അടക്കം പിരിച്ചുവിട്ടു. ജനസംഘം പിരിച്ചുവിട്ടില്ലേ? പിരിച്ചുവിട്ടു. അതിൻ്റെ ഭാഗത്ത് RSS ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരി, നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും? RSS ആണ് ഈ പറയുന്ന ജനസംഘത്തിൻ്റെ പിന്നാണി പോരാളി എന്നായിരിക്കും പറയുക. പക്ഷേ അങ്ങനെയല്ല. ആ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും പിരിച്ചുവിട്ടിട്ടാണ് ഈ ഭാഗത്തിൻ്റെ ഭാഗമായി. പക്ഷേ CPM എന്ത് ചെയ്തു? പിരിച്ചുവിടാതെ സ്വന്തം അസ്തിത്വത്തോടുകൂടി നിന്നിട്ട് ഈ പറയുന്ന ജനതാ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്. അങ്ങനെയാണ് ഈ പറയുന്ന ജനതാ പാർട്ടീനെ സപ്പോർട്ട് ചെയ്തത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പറഞ്ഞ അടിയന്തരാവസ്ഥക്കെതിരാണ്. അത് എത്ര നാളാണ് പോയത്? 2 കൊല്ലമായി. ആ സമയത്ത് എവിടെ RSSും CPMുമായിട്ട് ബന്ധം? RSS CPMുമായിട്ട് ബന്ധമില്ല. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 2 വർഷം കഴിഞ്ഞപ്പോൾ RSS ഈ പറഞ്ഞ ജനതാ പാർട്ടിയിൽ പിടിമുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തുപോയ പാർട്ടിയുടെ പേര് CPM-ആണ്. ആ പറഞ്ഞ CPM. ആ സമയത്ത് എന്താണ്? ആ പുറത്തുപോയ സഖ്യത്തിൽ കോൺഗ്രസ് അവരോട് കൂടി. എന്നിട്ട് എന്താ ചെയ്തത്? 1987 ആരാണ് ജനസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ പോയി എവിടെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാക്കിയില്ലേ?
സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എന്നിട്ട് ആരോടാ മത്സരിച്ചത്? CPM-നോടാ മത്സരിച്ചത്. അപ്പോൾ ഈ പാർട്ടികൾ രണ്ടും ആരാ കൂടിയാ? കോൺഗ്രസും ജനസംഘം ഒന്നിച്ചാണ് അല്ലേ? ഈ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പരിധി വരെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് ജനതാ പാർട്ടിയും ജനസംഘവും ഒന്നാണെന്നാണ്. അങ്ങനെയല്ല. ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ സഖ്യങ്ങളും ഒന്നിച്ചുള്ളതാണ് ജനതാ പാർട്ടി. മറ്റതെന്താ? ജനസംഘമാണ്. ജനസംഘം RSS-ൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഈ പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. അതാണ് RSS. അതാണ് പിന്നീട് BJP എന്ന് പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ അകത്ത് CPM RSS-നെ പിന്തുണ പ്രഖ്യാപിച്ചു പറയുന്നത്? ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുന്നു 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപോ CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വതന്ത്ര പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും ഒരെണ്ണം RSS-ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾ കാണിച്ചുകൊണ്ടാ? ആകെ രേഖ കൊണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ഇത് സുന്ദരയെ രാജിവെച്ച കാര്യം പറഞ്ഞില്ല. അതിൽ പോലും അദ്ദേഹം രാജിവെക്കുന്നതിന് കാരണം പറയുന്നേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ RSS എന്ത് രേഖയുള്ളത്? ഞാൻ പക്ഷേ എന്താണ്, കോൺഗ്രസ് ഈ പറഞ്ഞ ജനസംഘവുമായും RSS-ഉമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള 1000 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എത്ര സ്ഥാനാർത്ഥികൾ ഇവരുടെ ഭാഗമായി? അത് മാത്രമാണോ ഇന്നത്തെ കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെയുള്ള KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് ഞാൻ RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു പറഞ്ഞ ആളുടെ പേരെന്താ? K. സുധാകരൻ. KPCC പ്രസിഡന്റിന്റെ പേരാണ്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ രേഖ കാണിച്ചു തരാൻ പറഞ്ഞാൽ CPM-ന്റെ ഔദ്യോഗിക രേഖയിൽ അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളുമായിട്ടും സംഘടനകളുമായിട്ടും സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ രേഖ മതിയോ? ഞാൻ പറഞ്ഞത് RSS എന്ന് പറഞ്ഞ വർഗീയ പ്രസ്ഥാനമായിട്ടാണ് CPM കണ്ടിട്ടുള്ളത്. അന്നും ഇന്നും എന്നും വർഗീയ പ്രസ്ഥാനം. ഞാൻ പറഞ്ഞു തെറ്റുപറ്റി. ജനതാ പാർട്ടി എന്ന് പറയുന്നതിന് പകരം അത് അദ്ദേഹം RSS എന്ന് പറഞ്ഞു പോയി. അതിന് നിങ്ങൾ ഇത്ര വലിയ സംഭവം കേരളത്തിൽ RSS സപ്പോർട്ട് മുഴുവൻ സപ്പോർട്ട് വേരും വളം ഉണ്ടാക്കി കൊടുത്ത പാർട്ടിന്റെ പേര് കോൺഗ്രസ്. ഈ പറയുന്ന ജനതാ പാർട്ടി ഈ പറഞ്ഞ ജനസംഘം ഉണ്ടോ RSS ഉണ്ടോ ഇന്ത്യയിലുണ്ടോ എന്ന് പറയാം. സുന്ദരയുടെ കത്തിൽ കത്തിൽ വേറെ ഞാൻ പറയും എന്താ സുന്ദരയുടെ കത്തുണ്ടാവാൻ കാരണം എന്താ? അടിയന്തരാവസ്ഥ വന്നു ഇന്ത്യയില്. അടിയന്തരാവസ്ഥ ആരാ കൊണ്ടുവന്നത്? ഒരു കച്ചി പിടിക്കാതെ ഒരു സ്ഥലത്ത് പോലും ജനസംഘത്തിന് ജയിക്കാൻ പറ്റാതെ പിടുത്തം വിട്ട് നിൽക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ജനസംഘം പിരിച്ചുവിട്ടത്. അതുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടാക്കിയത് അല്ലേ? ആ സ്ഥലത്താണ് നിങ്ങൾ എന്തുകൊണ്ടത് അടിയന്തരാവസ്ഥ ആർക്കെതിരെയാന്ന് പറ? അടിയന്തരാവസ്ഥ നടന്നത് കോൺഗ്രസിനെതിരെയാണ്. ആ കോൺഗ്രസ് അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൊണ്ടല്ലേ ഈ കാണുന്ന RSS BJP ഇത്രയധികം ജനസംഘം ഇത്രയധികം വളർന്നതല്ലേ ഇന്ന് കാണുന്ന BJP ഉണ്ടായത്? അല്ലെങ്കിൽ ഇന്ന് കാണുന്ന BJP ഉണ്ടാവുമോ? ഇന്ന് കാണുന്ന BJP ഉണ്ടാവുക കാരണക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നത്തെ കോൺഗ്രസ് ആണ്. അന്നത്തെയും കോൺഗ്രസ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. 1966 ദീനദയാൽ ഉപാധ്യായ വന്നിട്ട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു 4 പേരെ. ആരാണ് ദീനദയാൽ ഉപാധ്യായ? ജനസംഘത്തിന്റെ RSS-ന്റെ നേതാവാണ്. അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. 4 സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചുള്ളൂ. ആ 4 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസ് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ഞാൻ പറയുന്നത് ഗോവിന്ദ മാഷിന്റെ ഒരേ ഒരു വാക്ക് പിടിച്ചിട്ട് മറുപടി പറഞ്ഞു എന്താണ്? കേരളത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സംവിധാനം RSS-നെ വളർത്താൻ സംവിധാനം എടുത്ത കോൺഗ്രസ് CPM എന്നാണെന്ന്. അങ്ങനെയല്ല. ഗോവിന്ദ മാഷ്ക്ക് ഒരു നാക്കുപിഴ പറ്റി. അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. അതിൽ പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നാക്കുപിഴ അദ്ദേഹം മാറ്റി പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു പോകുകയാണെന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ട പറയുകയോ കോൺഗ്രസ് ഈ പറഞ്ഞ ആരാണ് നമ്മുടെ BJP-ന്റെ നേതാവുണ്ടല്ലോ ഇന്നലത്തെ കാസർഗോഡ് മത്സരിച്ചേ ആരാ? ഇപ്പൊ കോൺഗ്രസ് പിന്നെ അല്ലല്ല മുൻപത്തെ ജനസംഘത്തിന്റെ നേതാവ് രാജഗോപാൽ എങ്ങനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കാസർഗോഡ് രാജഗോപാൽ സ്ഥാനാർത്ഥിയായി? അതിന് മറുപടി പറ. അതിനുശേഷം ഈ പറഞ്ഞ എത്രയോ വർഷം പോയി. അന്നത്തെ എന്താ ഉദ്ദേശം എന്നറിയോ? അന്ന് ജനസംഘത്തായാലും കുഴപ്പമില്ല, RSS ആയാലും കൊണ്ട് EMS-നെ തോപ്പിക്കണം. പട്ടാമ്പിയിൽ അതാണ് സംഭവിച്ചത്. അതാണ് RSS മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ജനസംഘം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസും ലീഗെല്ലാം കൂടി പോയിട്ട് സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കുക. എന്നിട്ട് ജയിച്ചോ? തോറ്റു. അന്ന് കോൺഗ്രസ് RSS-ന്റെ കൂടെ നിന്ന് മത്സരിച്ച സ്ഥലങ്ങളിൽ മുഴുവൻ തോറ്റില്ലേ? എല്ലാം ഒരു സ്ഥലത്ത് ജയിക്കാൻ കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അത്ര ആവേശമുണ്ടെങ്കിൽ 77 ഒന്നിച്ച് മത്സരിച്ചിട്ട് ജനതാ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ പാർട്ടികളും ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും ജനസംഘങ്ങളും കോൺഗ്രസ് എല്ലാ പാർട്ടികളും കൂടിയിട്ടാണ്
ഇരട്ട അംഗത്വം മാത്രമല്ല ജനതാ പാർട്ടി കപിൽ മോഹൻ വഴി ഇല്ലില്ല അങ്ങനെയല്ല അത് മാത്രമല്ല ഒരു നിമിഷം ഈ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അതെ, ജനതാ പാർട്ടി സർക്കാരിനെ പിരിച്ചുവിട്ടത് എങ്ങനെയാണെന്നല്ലേ, അതായത് എങ്ങനെയാണ് മൊറാർജി ദേശായിയെ താഴെ ഇറക്കി ചരൺ സിംഗിനെ കൊണ്ടുവന്നതല്ലേ. ആ ചരിത്രം അറിയണമെങ്കിൽ ഈ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസിഷൻ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് കപിൽ മോഹൻ എന്ന് പറയുന്ന ഓൾഡ് മംഗളം എന്ന ഡിസ്റ്റിലറിയുടെ ഉടമ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഈ ബാക്ക് ട്രാക്കിംഗ് നടത്തി. പിണറായി വിജയൻ നമ്മളെല്ലാവരും വായിച്ച പുസ്തകമാണത്, നമ്മളെല്ലാവരും വായിച്ച പുസ്തകമാണ്. എങ്ങനെ വീഴ്ത്തി എന്നുള്ളതിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിലേഷനാണ്. അത് തീർന്നിട്ടില്ല. ഇതും കൂടി കേൾക്കൂ. ചരൺ സിംഗ് വരുന്നതിന് കാരണമായത് ഇരട്ട അംഗത്വം വരുമ്പോൾ RSSലെ അംഗങ്ങൾക്ക് നിലവിൽ ജനതാ പാർട്ടിയുടെ അംഗത്വം എടുക്കാമെന്ന നില വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നു. ആ ഇരട്ട അംഗത്വത്തെ എതിർത്തപ്പോൾ കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? ഒരു CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു നാക്കുപിഴ പറ്റി. ആ നാക്കുപിഴ അദ്ദേഹം തിരുത്തുന്നു. അത് അംഗീകരിക്കാതെ അങ്ങനെയാണ് CPM ആണിത് മുഴുവൻ ചെയ്തെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ആ ചരിത്രം പറയുന്നതാണ്. ഭാഗത്ത് ഒരു സൈഡിൽ മുഴുവൻ നിന്ന് കോൺഗ്രസ് ആണ്. സുന്ദരയ്യന്റെ കത്ത് മാത്രം നിങ്ങൾ എടുക്കേണ്ടത്. ആരാണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്? ജനസംഘവും RSSും ഇന്ത്യയിൽ വളരാനും ഞാൻ പറയും. അല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ എന്താണ് ഗോവിന്ദ മാഷ് RSSന്റെ കൂടെ സഖ്യം ചേർന്നു എന്ന് ഒറ്റ വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞതോട് കൂടിയിട്ട് അദ്ദേഹം തന്നെ എനിക്ക് പറ്റിയ നാക്ക് പിഴയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത് കേൾക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് ഞാൻ പറയുന്നു ആദ്യം തുടങ്ങി അവസാനം വരെ പിന്നെ കേരളത്തിൽ മുഴുവൻ RSS ആണ് ചെയ്തതെന്ന് പറയില്ല. ഞാൻ പറയുന്ന അറിയോ, ഇന്നത്തെ കാണുന്ന BJPയും ഇന്നത്തെ കാണുന്ന ജനസംഘവും ഇന്നത്തെ കാണുന്ന RSSും എല്ലാം ഉണ്ടാവാൻ ഏക കാരണം എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയാണ്. അത് ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ജനസംഘം അത് ഉപയോഗിക്കുകയായിരുന്നു ഫലപ്രദമായി. ഒരു എതിർ പാർട്ടിക്ക് ഒരു സംവിധാനം കിട്ടി അത് വൃത്തിയായിട്ട് ഉപയോഗിക്കില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ RSSനെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചെന്തിനാ? ആയിക്കോട്ടെ, അത് ഓരോ കാലത്തും ഉണ്ടായ കാര്യങ്ങൾ സഖ്യത്തെ ആരെങ്കിലും തള്ളുന്നുണ്ടോ? ഉണ്ടായ കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് CPM RSSന് പിന്തുണ കൊടുക്കുകയോ RSS CPM സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയോ ചെയ്ത് വിജയിപ്പിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്തൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് 1977 അടിയന്തരാവസ്ഥയുടെ ശിവദാസ മേനോന് വേണ്ടിയിട്ട് LK അദ്വാനി വന്നു എന്ന് പറഞ്ഞതല്ല. അതൊരു കോണ്ടെക്സ്റ്റ് എടുത്ത് കാണിക്കാനുണ്ടോ? ആ കോണ്ടെക്സ്റ്റ് ആണ് ഞാനും ജിമ്മിയും പറഞ്ഞൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. മറ്റ് സാഹചര്യങ്ങളിലെ കോണ്ടെക്സ്റ്റ് ഇപ്പോൾ പ്രസക്തമായിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറയട്ടെ, ഇത് ഇപ്പോൾ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ വർഗീയ രാജ്യം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ട് പരസ്യമായി പറയുന്ന ആരാണ്? അല്ല, വർഗീയ രാജ്യം എന്നല്ല, മതരാഷ്ട്രം പാർട്ടിയുടെ പേര് കോൺഗ്രസ്. ഇപ്പോഴാണ് നമുക്ക് സുജയയുടെ കൂടി കേൾക്കാനുണ്ട്. സുജയുടെ കേട്ടിട്ട് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നമ്മൾ 15 മിനിറ്റ് കൂടി ഈ ചർച്ച നീട്ടും. സുജയ പാർവതി, ഈ അടിയന്തരാവസ്ഥയുടെ 630 ദിവസങ്ങളിൽ ഏതൊക്കെ പാർട്ടികളാണ് കൃത്യമായി അതിൽ ഇടപെട്ടത്, തെരുവിലിറങ്ങിയത്, ആരൊക്കെയാണ് പോലീസിന്റെ നരനായാട്ടിന് കേരളത്തിലടക്കം ഇരയായത് എന്നതൊക്കെ കേരള ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. അതിൽ RSSകാരും ഉണ്ട്. മലബാറിലടക്കം RSSകാരടക്കം തെരുവിൽ പിടഞ്ഞു വീണിട്ടുണ്ട്. പോലീസിന്റെ ബൂട്ടിന് കീഴിൽ അവർ ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടുണ്ട്. CPIMകാർ നേരെ അങ്ങ് ജയിലിലേക്ക് പോവുകയായിരുന്നു. തെരുവിൽ കിടന്ന് ഇതുപോലെ സമരം നയിച്ച എത്ര CPIMകാരുണ്ട് എന്നതുകൂടി ഇവിടെ CPIMന് വേണ്ടി വാദിക്കുന്ന ആളുകളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
ആ പോരാട്ടത്തിൽ അടിയന്തരാവസ്ഥയിൽ RSS ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഞാൻ താങ്കളെ അല്ലല്ലോ കണ്ടസ്റ്റ് ചെയ്തത്. ഞാൻ ഡോക്ടർ അരുൺ എന്ന് പറയും താങ്കളെ കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മി ജെയിംസ് എന്ന് പറയും, സ്മൃതി പരുത്തിക്കാട് എന്ന് പറയണം. ആൻഡ്രോ സാർ ഇവിടെ ചോദിച്ചു RSS അന്നൊക്കെ ഉണ്ടായിരുന്നോ എന്ന്. ഉണ്ടായിരുന്നു, അത് പറയാനാണ് ഞാൻ അതിലേക്ക് വന്നത്. RSS അന്ന് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കാലത്ത് സമരം നയിച്ചതും ജയിലിൽ പോയി കിടന്നതും തെരുവിൽ കിടന്നതും ഒക്കെ RSSകാർ തന്നെയാണ്. അത് വേറെ മറ്റൊരു പേരിലുമല്ല, RSS എന്ന പേരിൽ തന്നെയാണ് സമരം നയിച്ചത്. ആ സമരത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് MV ഗോവിന്ദൻ എന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു അടവ് നയമായി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണോ എന്നതാണ്. അടവ് നയമായി പറഞ്ഞതൊന്നുമല്ല, അദ്ദേഹം ഉള്ളിലുള്ളതങ്ങ് പറഞ്ഞുപോയി. പറഞ്ഞു വന്നപ്പോൾ അത് പാളിയും പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. MV ഗോവിന്ദന്റെ ആ അഭിമുഖത്തിൽ അദ്ദേഹം ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുകയാണ്. തൊട്ടിപ്പുറത്തിരിക്കുന്ന അഭിമുഖകാരൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ പെടുത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടാകില്ല. എന്താണ് ഡോക്ടർ അരുൺ? എന്റെ അഭിപ്രായമാണ് അത് ഞാൻ പറയും. അല്ല, താങ്കൾ അസ്വസ്ഥനാകുന്നത് എന്തിനാണ്? ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ആൾ തന്നെയാണ് അഭിമുഖകാരൻ. അതെന്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. ആ അഭിമുഖകാരൻ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള അപകടകരമായ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നു MV ഗോവിന്ദനായ ഇന്റർവ്യൂ ആദ്യം മുതൽ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ അഭിമുഖത്തിൽ ഇടയ്ക്ക് എന്നിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ ഈ ചോദ്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദമാകുമെന്ന് അഭിമുഖകാരൻ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ ജിമ്മി ജെയിംസിന്റെ എത്രയോ പോയിന്റ് ബ്ലാങ്കുകളിൽ ഇതുപോലെയുള്ള വിവാദമായ എത്രയോ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അഭിമുഖകാരൻ അങ്ങോട്ട് സഹായിക്കുകയല്ല ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. കൂടുതൽ ഗ്രില്ല് ചെയ്ത് ഉത്തരങ്ങൾ എടുക്കുകയാണ്. ഇവിടെ ഗ്രില്ല് ചെയ്യുന്നതിന് പകരം വിവാദമാകും എന്നൊരു ഹിന്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞ അതിനുശേഷം ഈ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പർട്ടിക്കുലർ ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDF-നെ പിന്തുണച്ചില്ലേ എന്ന ചോദ്യത്തിൽ നിന്നാണല്ലോ ഈ ഉത്തരങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു വരുമ്പോൾ MV ഗോവിന്ദൻ തന്നെയാണ് ഇക്കാര്യങ്ങളിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഈ വിവാദമാകും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. അതൊരു ഒരു സഹായം പോലും MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന് അടവും അറിയില്ല, നയവും അറിയില്ല. അദ്ദേഹം എങ്ങനെയോ ഇരുന്ന ഉത്തരം പറഞ്ഞു പോവുകയായിരുന്നു എന്ന് വേണം ആ അഭിമുഖം കണ്ടാൽ മനസ്സിലാക്കാൻ. ഇവിടെ അതിനുശേഷം അദ്ദേഹം അതിൽ RSS വർഗീയവാദികളാണ്, ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, RSS-മായി ഒരു ബന്ധവുമില്ല എന്ന CPIM-ന്റെ വാദം അതേപടി തന്നെ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. RSS-ഉം CPIM-ഉം ഏതെങ്കിലും കാലത്ത് ചേർന്ന് പോകാൻ കഴിയുന്ന പാർട്ടികളാണോ? രണ്ടിന്റെയും നയവും നിലപാടും എന്ന് പറയുന്നത് രണ്ടാണ്. RSS 1925 മുതലുണ്ട്. ഇപ്പോൾ 100 വർഷം ആവുകയും ചെയ്തു. ആൻഡ്രോ സാർ, ഇടതുപക്ഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ 2010 അല്ല ആ പാർട്ടി എന്തായാലും ആ സംഘടന എന്തായാലും വന്നത്. ഇവിടെ അടിയന്തരാവസ്ഥ ഘട്ടം വന്നപ്പോൾ ഈ അഭിമുഖത്തിൽ ഇന്നലെ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ പറയുന്നത് അടിയന്തരാവസ്ഥ ഘട്ടം വന്നപ്പോൾ RSS-മായി ചേർന്നു. അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസ രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല, യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ ആ കിരാത നയത്തിനെതിരെ യോജിക്കുന്നവരെല്ലാവരും യോജിച്ച് സമരം ചെയ്യുക. അതാണ് സിമ്പിളായി. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ 630 ദിവസങ്ങളെക്കുറിച്ച് വായിച്ചു നോക്കിയാൽ അന്ന് യോജിക്കേണ്ടവരെല്ലാം യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. അതിൽ RSS ഉണ്ടായിരുന്നു. RSS ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട. ഞാൻ ഡോക്ടർ അരുൺ നല്ല മറുപടി പറഞ്ഞത്. ആൻഡ്രോ സാർ പറഞ്ഞ ഭാഗത്തോടുള്ള എൻ്റെ വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത്. ഇവിടെ നിലമ്പൂരിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നിലമ്പൂരാണല്ലോ വിഷയം. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ ഈ പ്രസ്താവന അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അവിടെ നമുക്ക് കാണാം. നമുക്ക് രാഷ്ട്രീയം പറഞ്ഞു തന്നെ പോകാം. അവിടെ അദ്ദേഹമാണ് മറന്നുപോയത്. എങ്ങനെയാണ് കോൺഗ്രസ് സഹകരിച്ചത് എന്നുള്ളത് മറന്നുപോയത് MV ഗോവിന്ദന് മറുപടി പറഞ്ഞ VD സതീശനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പഴയ കൂട്ടുകെട്ടിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന ബുദ്ധിപരമായ നീക്കമെന്നാണ് പറഞ്ഞത്. ആ ബുദ്ധിപരമായ നീക്കം പൊളിക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് എന്നതാണ് എൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് നീരജ ചൗധരിയെക്കുറിച്ച് ഒന്നും പറയാനല്ല. VD സതീശൻ കൃത്യമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് MV ഗോവിന്ദൻ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം. ഇവിടെ അടവ് നയം യഥാർത്ഥത്തിൽ എടുത്തത് പിണറായി വിജയനാണ്. പഴയ കാര്യങ്ങൾ മുഴുവൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ ഇന്നിരുന്ന് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തലേ ദിവസം ചർച്ചയാകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഈ ഒരു ക്ലാരിറ്റി വരുത്തിയില്ലെങ്കിൽ ഈ രീതിയിലേക്ക് ചർച്ച പോകില്ല. MV ഗോവിന്ദൻ പറഞ്ഞ നയത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചർച്ച മാത്രമേ അത് ലിമിറ്റഡ് ആയേനെ. ഇന്ന് 6 മണി മുതൽ 7 മണി വരെ പിണറായി വിജയൻ സംസാരിച്ചതിൽ അദ്ദേഹം വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഇതായിരുന്നു വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ചോദ്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ് വന്നത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പതിവിലും ദീർഘമായിരുന്നു. അതായത് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വന്നിരുന്നത് എന്നുള്ളത് ആ വാർത്താ സമ്മേളനം കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ അരുൺ നേരത്തെ അക്കമിട്ട് പറഞ്ഞതുപോലെ നാളെ അത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കൃത്യമായി എന്തൊക്കെയാണ്
പറഞ്ഞു വെച്ചത്, അതിൽ കോൺഗ്രസുമായി ചേർന്നത് എപ്പോഴാണ്? ഓരോ മണ്ഡലം, ഓരോ സ്ഥാനാർത്ഥി, ഏതൊക്കെ മണ്ഡലത്തിൽ ആരെയൊക്കെ സഹായിച്ചു, കോൺഗ്രസ് എങ്ങനെയൊക്കെ ബന്ധമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇതിനകം തന്നെ നിലമ്പൂർ മണ്ഡലത്തിലും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും, പത്രം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ. കാരണം നാളെ പത്രം ഇറങ്ങി അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുമല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാചകങ്ങൾ പല രീതിയിൽ സ്നിപ്പെറ്റ്സായി ഇതിനകം തന്നെ ആ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ RSSുമായി ജനസംഘവുമായി ഒക്കെ സഖ്യം ചേർന്നത് കോൺഗ്രസ് ആണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് സ്വന്തം നിലയ്ക്ക് CPIM പോരാടി എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് സ്ഥാപിക്കാനായി ശ്രമിച്ചത്. ഇതിൽ ജനതാ പാർട്ടിയുമായുള്ള സഹകരണം, അത് ഒരു പ്രതിപക്ഷ ഐക്യമുന്നണി, ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ്, പ്രതിപക്ഷ ഐക്യമുന്നണി എന്നായിരുന്നു അന്നത്തെ ആ മുന്നണിയുടെ പേര്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും നിന്നത്. അപ്പോൾ ആ പ്രതിപക്ഷ ഐക്യമുന്നണിയുടെ ഭാഗമായി അതിന്റെ കൺവീനർ ആരാണെന്നതൊക്കെ നമ്മൾ നോക്കണം. MP വീരേന്ദ്രകുമാർ ആയിരുന്നു പ്രതിപക്ഷ ഐക്യമുന്നണിയുടെ കേരളത്തിലെ കൺവീനർ. അപ്പോൾ ഈ അന്ന് LDF എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലില്ല. പ്രതിപക്ഷ ഐക്യമുന്നണി, അതിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പേര് CPIM എന്ന് തന്നെയാണ്. അപ്പോൾ ആ CPIM ആ നേതൃനിരയിലുള്ളതുകയും MP വീരേന്ദ്രകുമാർ കൺവീനറായി ഇരിക്കുകയും ചെയ്യുന്ന ആ പ്രതിപക്ഷ ഐക്യമുന്നണി ഒന്നിച്ചാണെന്ന് നിന്നത്. അതിൽ ജനതാ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനതാ പാർട്ടിയുടെ ഭാഗമായ ജനസംഘവും അതിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, ആ ഘട്ടത്തിൽ വിട്ടുപോയിട്ടില്ല എന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിയന്തരാവസ്ഥയിൽ ഇളവ് വരുന്ന 1977 കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ ഈ ജനതാ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസോയും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്ന് 5 സീറ്റിൽ ജയിച്ചു. അന്ന് ജനസംഘത്തിന് പുറകിൽ നിന്ന് നല്ല കുത്തു കിട്ടിയിട്ടുണ്ട്. അത് അവർ തന്നെ സമ്മതിക്കുന്ന പരസ്യമായ രഹസ്യമാണ്. അവർക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. KG മാരാരും O രാജഗോപാലും ആരും അന്ന് ജയിച്ചില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അവർ അല്ലെങ്കിൽ ആ ഒരു സംഘടന വിലയിരുത്തുന്നത് ഉള്ളിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയ കുത്താണ് എന്നതാണ്. അതായത് ഈ മുന്നണിയുടെ ഉള്ളിൽ നിന്ന് തന്നെ തങ്ങളെ ചതിച്ചു എന്നത് അവരന്ന് വിലയിരുത്തുന്നുണ്ട്. കേരളത്തിൽ ആരും ജയിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസോയും സോഷ്യലിസ്റ്റുകളും ചേർന്ന് ഒരു 5 സീറ്റ് ജയിച്ചത് മാത്രമാണ് അതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അപ്പോൾ കാര്യമായ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇനി അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ വേറൊരു കാര്യം എന്താണ്? UDF ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് വിശദീകരണം തരേണ്ടി വന്നത് എന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൃത്യമായി നേട്ടമുണ്ടാക്കുന്നതിനായി അടവ് നയം എടുത്തത് മുഖ്യമന്ത്രി ഒരു ഡാമേജ് കൺട്രോൾ എന്ന അടവ് നയം എടുക്കുമ്പോൾ കൃത്യമായി ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് പുറത്തൊരു പുതപ്പിടുന്നത് പോലെ ഉപയോഗിക്കാനായിട്ട് പ്രണയത്തിന്റെ ഉപമയും ഒക്കെ ആയിട്ട് വന്നത് VD സതീശനാണ്. പക്ഷേ അത് ഒത്തില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രി വളരെ വിശദീകരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട്. കാരണം ഈ ഒരു പ്രതിപക്ഷ ഐക്യമുന്നണി എന്ന സംവിധാനത്തിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥ കാലത്ത് നിൽക്കുന്നത് പോലെ അല്ലല്ലോ പിന്നീടുണ്ടാക്കിയിട്ടുള്ള സഖ്യങ്ങൾ. അപ്പോൾ RSSനെയും ജനസംഘത്തെയും ഒക്കെ കാലാകാലങ്ങളിൽ പിന്തുണയ്ക്കുകയും ഇന്ദിരാഗാന്ധി അടക്കം നടത്തുന്ന കൂടിക്കാഴ്ചയുടെ രാജീവ് ഗാന്ധിയെ അയച്ചതടക്കം പല കാര്യങ്ങളും ചരിത്രരേഖകളിൽ കിടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധിയെ അയച്ച എങ്ങനെയാണ് കൂടിക്കാഴ്ചകൾ നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഈ ചരിത്രമൊക്കെ VD സതീശൻ മറന്നുപോകാൻ പാടില്ല ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇനിയിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അതിൽ ഓരോരുത്തരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ നടത്താം. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ടുകൾ തികയുകയാണ്. അപ്പോൾ അതിന്റെ വാർഷിക വേളയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാം. ഇനി കോൺഗ്രസിന്റെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. 1948 ഒക്ടോബറിൽ ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ RSS അംഗങ്ങൾക്ക് കോൺഗ്രസിൽ ചേരുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച നടന്നു. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം RSS അംഗങ്ങൾക്ക് കോൺഗ്രസിൽ ചേരാമെന്നാണ്. അപ്പോൾ അതിൽ 2 രീതിയിൽ സർദാർ പട്ടേലിന്റെ അനുകൂലികളും ജവഹർലാൽ നെഹ്റുവിന്റെ അനുകൂലികളും രണ്ടുപേരും തമ്മിൽ ഭിന്നാഭിപ്രായം ഉണ്ടതിന് ശേഷമാണ്, അതായത് അവിടെ ആ ചർച്ച നടന്നിട്ടുണ്ട്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ആ ചർച്ച നടന്നിട്ടുണ്ട്. അവസാനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ തന്നെ കോൺഗ്രസ് ഈ ചേരാനായിട്ടുള്ള ചേരാ നയമാണ് RSSുമായി എന്നൊക്കെ പറയുമെങ്കിലും ചേരാനുള്ള നയം 1948 മുതലുള്ള ബാക്ക്ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പാലക്കാട് എന്ത് സാർ, പാലക്കാട് ആരെ തുണച്ചു എന്നാണ് സാർ? ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. പാലക്കാട് സന്ദീപ് വാര്യരെക്കൊണ്ട് വന്നല്ലോ ഈസി ആയിട്ട്. അത് അയാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനെ RSSുമായിട്ട് കൂട്ടിയിടക്കേണ്ട. അയാൾ കൊടുത്ത ഭൂമി പോലും വാങ്ങിക്കാത്ത സംഘടനയുടെ പേരാണ് RSS. അല്ല, ഞാനിതൊന്ന് പൂർത്തിയാക്കട്ടെ. അതിനിടയിൽ അല്ല, കോൺഗ്രസ് ഈ 1948 മുതൽ തന്നെ കോൺഗ്രസിന്റെ നയവും നിലപാടും ഇതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവരിപ്പോൾ ഞങ്ങൾ ശുദ്ധരാണ് അല്ലെങ്കിൽ ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വെള്ളക്കൊടി വീശുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് RSSുമായി കാലാകാലങ്ങളിൽ യോജിച്ചു പോകാൻ കോൺഗ്രസ് ശ്രമം നടത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും അത് വളരെ വിസിബിൾ ആയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ അലഹബാദ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനവും പാർലമെന്റ് അംഗത്വവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തന്നെ മറുഭാഗത്ത് നിന്ന് ആരെങ്കിലും തന്റെ ഒപ്പം കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ അന്നേ ഇന്ദിരാഗാന്ധി നടത്തുന്നതിന്റെ തുടർച്ചയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്. അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷമുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ ആരെങ്ങോട്ട് പോയി എന്നതും കൃത്യമായി ചരിത്രരേഖകളിലുള്ളതാണ്. ഇനി EMSഉം BTRഉം രാമമൂർത്തിയും ജ്യോതി ബസുവും ജ്യോതിർമയി ബസുവും അഹല്യ രംഗനേക്കറും ഒക്കെ ജയിലിലേക്ക്
അതിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അടിയന്തരാവസ്ഥയുടെ ചരിത്രം അവിടെ മുതൽ നമ്മൾ എടുത്ത് ഓരോന്ന് നോക്കണം. അപ്പോൾ കോൺഗ്രസ് മറുഭാഗത്ത് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അന്നുണ്ടായിരുന്ന നേതാക്കൾ, ഇന്നിപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ അച്ഛനടക്കം വന്നെടുത്ത നിലപാട് എന്താണ് എന്നതടക്കം നമുക്ക് ആ ഒരു സമയത്ത് തന്നെയാണല്ലോ, ആ പീരീഡിലൊക്കെ ആക്റ്റീവ് ആണല്ലോ. ആ സമയത്ത് തന്നെയാണ് ദേവർസ് ജയിലിൽ കിടന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തയക്കുന്നത്. അതാ പറഞ്ഞേ, അതാ ഞാൻ പറഞ്ഞേ, ദേവർസിനെ കാണാൻ പോയത് ആരാ? രാജീവ് ഗാന്ധിയാണോ? പിന്നെ 80-ന് ശേഷം. അതാ ഞാൻ പറഞ്ഞത്, കൂടിക്കാഴ്ചകൾ ഇതെല്ലാം നടന്നിട്ടുണ്ടെന്ന് 1948 മുതൽ ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇനി അത് നടക്കില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യം അവർ പ്രഖ്യാപിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? CPI-ന്റെ തലയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം അത് നടപ്പാക്കിയിരിക്കും. മാഡം എത്രയൊക്കെ പറഞ്ഞാലും നടപ്പായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് ജനാധിപത്യമാണ്. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് RSSകാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നത്. 3ാമത്തെ ടേമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. മാഡം ഇത്ര അസ്വസ്ഥപ്പെടേണ്ട. അധികാരത്തിലേക്ക് വരാൻ കുറെ കാലം കാത്തിരിക്കണം. ചന്ദ്രബാബു നായിഡു എപ്പോ തുമ്മണമെന്ന് മോദി തീരുമാനിക്കും. തീരുമാനിക്കില്ല. താങ്കൾ എത്ര ഈ കുശുമ്പ് കുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒന്നുമില്ല. അത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉടൻ തന്നെ അങ്ങ് തെന്നിത്തെറിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് 1 വർഷം കൃത്യമായി പൂർത്തിയാക്കി പറഞ്ഞ പദ്ധതികൾ നടപ്പാക്കി മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവരുടെ സംസ്ഥാനങ്ങളിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ RSSും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്ന് തെരുവിലിറങ്ങിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ ഈ അടവ് നയവുമായി കോൺഗ്രസും സമീപിച്ചിട്ടുണ്ട്. RSSനെ ഒന്നിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ചരിത്രത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നുമില്ല. CPI-യുമായി ഇപ്പോഴെന്തോ നിലമ്പൂരിൽ വലിയ ചേർന്ന് പോകാനായി പോകുന്നു, അല്ലെങ്കിൽ പഴയ ബന്ധം ഓർമ്മിപ്പിച്ച് നിലമ്പൂരിൽ വോട്ടാക്കി മാറ്റാണ്. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. RSSും BJPയും ഒക്കെ അവർക്കൊരു മുന്നണിയുണ്ട്. NDA എന്നാണ് പേര്. അതിനൊരു സ്ഥാനാർത്ഥിയുണ്ട്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അയാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ പിന്നെ M സ്വരാജിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് പിണറായി വിജയൻ എന്ന് വ്യക്തമായി പറഞ്ഞത്. VD സതീശൻ തോൽക്കുമെന്നറിഞ്ഞപ്പോൾ ഓരോന്നോരോന്നായി എടുത്തെറിയുകയാണ്. പക്ഷേ അതെല്ലാം തിരിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തന്നെ വന്ന് തറയ്ക്കുന്നതാണ് ഇന്നത്തെ ദിവസം കണ്ടത്. അടവ് നയമല്ല MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി എന്നാണ് എൻ്റെ ഓക്കെ. ഇതിൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അടവ് നയമല്ല എന്ന് തന്നെയാണ്. 4-1 എന്നാണ് ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിന്റെ വിധി. Meet the editors.